കേരളവും നിറമനസ്സോടെയാണ് പുതുവത്സരത്തെ വരവേറ്റത്. വൻ നഗരങ്ങളിലടക്കം ജനസാഗരങ്ങളായിരുന്നു പുതുവത്സരാഘോഷങ്ങൾക്കായി ഒത്തുചേർന്നത്. ആഘോഷത്തിമിർപ്പിലാണ് തെക്കൻ കേരളം പുതുവർഷത്തെ വരവേറ്റത്. പോയ വർഷം വേദനയാണോ ദുഃഖമാണോ നൽകിയതെന്ന് ഇപ്പോൾ തർക്ക വിഷയമല്ല. വരാനിരിക്കുന്ന വർഷം പ്രത്യാശയോടെ പൂത്തിരി കത്തിക്കുമെന്ന സുന്ദരമായ സ്വപ്നമാണ് എനിക്ക് ചുറ്റും. തെക്കൻ കേരളത്തിലെ ആഘോഷങ്ങളുടെ കേന്ദ്രമായി തിരുവനന്തപുരം മാറി. ശംഖുമുഖത്തും കോവളത്തും ആയിരക്കണക്കിന് ആളുകളാണ് പുതുവത്സരാഘോഷങ്ങൾക്കായി ഒത്തുകൂടിയത്. മധ്യ കേരളത്തിലെമ്പാടും പുതുവത്സരാഘോഷങ്ങൾ നടന്നെങ്കിലും കൊച്ചി തന്നെയായിരുന്നു പുതുവത്സരാഘോഷങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം. വിദേശികളും സ്വദേശികളുമടക്കം ആയിരങ്ങളാണ് കൊച്ചിയിലെ പുതുവത്സരാഘോഷത്തിൽ പങ്കാളികളായത്. സന്ധ്യയോടെ തന്നെ കൊച്ചിയിൽ പുതുവത്സരാഘോഷങ്ങൾ ആരംഭിച്ചു. ആടിയും പാടിയും ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് ആയിരങ്ങൾ പുതുവത്സരാഘോഷത്തിൽ പങ്കാളികളായി. കൃത്യം 12 മണിയോടെ പോയ വർഷത്തിന്റെ പ്രതീകമായ പപ്പാഞ്ഞിയെ കത്തിച്ചു. കോഴിക്കോട് മുൻവർഷത്തെ അപേക്ഷിച്ച് പുതുവത്സരാഘോഷങ്ങളിൽ ജനപങ്കാളിത്തം കുറവായിരുന്നു. 8 മണിയോടെ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു. നഗരത്തിലൊരിടത്തും പാർക്കിംഗ് അനുവദിക്കാതിരുന്നതിനാൽ പുതുവത്സരാഘോഷങ്ങൾക്കായി പലർക്കും ഹോട്ടലുകളെ ആശ്രയിക്കേണ്ടി വന്നു. വലിയ സന്തോഷങ്ങളും ചെറിയ സങ്കടങ്ങളുമായി 2014 വിട പറഞ്ഞു. ആടിയും പാടിയും ഉല്ലസിച്ചും പുതുവത്സരത്തെ ലോകം വരവേറ്റു. ഇനി പുത്തൻ പ്രതീക്ഷകളുടെ 2015. തിരുവനന്തപുരത്ത് നിന്നും സേഫ് സേൻ ലാബ്ദിനും കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിക്കുമൊപ്പം രമ്യശ്രീ രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ, കോഴിക്കോട്.